അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് ഇടുക്കി വട്ടവട മേഖലയിലെ വിവിധ ആദിവാസി ഉന്നതികളിലെ ജനങ്ങൾ. വട്ടവട പഞ്ചായത്തിലെ 14 വാർഡുകളിൽ ഉൾപ്പെടുന്ന ആദിവാസി ഉന്നതികളിലെ ജനങ്ങളാണ് വോട്ട് ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാമിയാർലക്കുടി, കൂടലാർകുടി, വത്സപ്പെട്ടിക്കുടി തുടങ്ങി വട്ടവട പഞ്ചായത്തിലെ 5 ആദിവാസി ഉന്നതികളിലെ ആളുകളാണ് വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരണത്തിനൊരുങ്ങുന്നത്. ഈ ആദിവാസി ഉന്നതികളിലേക്കുള്ള റോഡ് ഏറെ നാളുകളായി തകർന്നു കിടക്കുകയാണ്. ഇത് വലിയ യാത്രാക്ലേശമുയർത്തുന്ന സ്ഥിതിയുണ്ട്. ചികിത്സകളടക്കം വേണ്ടുന്ന മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഉന്നതികളിൽ അന്യമാണ്. നാളിതുവരെ മാറി മാറി വരുന്ന ഭരണ നേതൃത്വങ്ങൾ ഇക്കാര്യങ്ങളിൽ ഫലപ്രദമായ ഇടപെടൽ നടത്താൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് തങ്ങൾ വോട്ട് ബഹിഷ്കരിക്കാനൊരുങ്ങുന്നതെന്ന് ഉന്നതികളിലെ ആളുകൾ വ്യക്തമാക്കി. ഞങ്ങളുടെ ഈ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താത്തതും ഗവൺമെന്റ് കൊണ്ടുവരാത്തതുമാണ്. വരുന്ന ഫണ്ടുകളായാലും ഫോറസ്റ്റിന്റെ കാരണം പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ഉപേക്ഷിക്കപ്പെടുകയാണ്. അത്യാവശ്യമായിട്ട് നമുക്ക് ചെലന്തിയാർ മുതൽ സ്വാമിയാർകുടി, കൂടലാർകുടി, കീവത്സപ്പെട്ടി, മേവത്സപ്പെട്ടി, വയൽത്തറ എന്നീ മേഖലയെ ബന്ധിപ്പിച്ചുകൊണ്ട് ഉള്ളവയിലോട്ട് പോകുന്ന റോഡ് റീബിൽഡ് കേരള മുഖേന ഒരു 18 കോടിയെ ചില്ലറ അനുവദിച്ചു. എന്നാൽ ഫോറസ്റ്റിൻ്റെ NOC കിട്ടാത്തത് കൊണ്ട് ഈ റോഡ് ഗവൺമെൻറ് വേറെ സ്ഥലത്തേക്ക് മാറ്റുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണം വെച്ച് ഇവിടെ ഒരു അടിസ്ഥാന സൗകര്യം റോഡ് ഈ പറഞ്ഞ റോഡ് പൂർത്തീകരിക്കുന്നത് വരെ പഞ്ചായത്ത് ഇലക്ഷൻ മാത്രമല്ല, MLA ഇലക്ഷൻ മാത്രമല്ല, MP ഇലക്ഷൻ വരെ ഈ 2 കുടിയിലെ മുതുവ സമുദായത്തിൽപ്പെട്ട ഞങ്ങൾ ആരും തന്നെ വോട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല. വട്ടവട പഞ്ചായത്തിലെ 14 വാർഡുകളിൽ ഉൾപ്പെടുന്ന ആദിവാസി ഉന്നതികളിലെ ആളുകളാണ് വോട്ട് ബഹിഷ്കരണ തീരുമാനമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. വോട്ട് ബഹിഷ്കരിക്കുക മാത്രമല്ല, ഈ വാർഡുകളിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രതിനിധികളെ നിർത്തുവാനും വിവിധ രാഷ്ട്രീയ പാർട്ടികളെ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ഉന്നതികളിലെ ആളുകൾ. ഇനിയെങ്കിലും റോഡടക്കം ഉന്നതികളിലേക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യം ഒരുക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും ഉന്നതികളിലെ കുടുംബങ്ങൾ ആവശ്യമുന്നയിക്കുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.